നമസ്കാരം. വിജയ് ഹസാരെ ട്രോഫിയിൽ കഴിഞ്ഞ മത്സരത്തിലെ ഫ്ലോപ്പ് ഷോ നമ്മൾ എല്ലാവരും കണ്ടിരുന്നു. ആരുടേതാണ് ആ ഫ്ലോപ്പ് ഷോ? സഞ്ജു സാംസന്റേത് തന്നെയാണ്. സഞ്ജുവിനെ സംബന്ധിച്ച് തീർച്ചയായും ഒരു മുന്നറിയിപ്പ് തന്നെയാണെന്ന് പറയാം. സെഞ്ചുറിക്ക് പിന്നാലെ ഇറങ്ങിയ അദ്ദേഹം പുതുച്ചേരിക്കെതിരെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. വെറും 11 റൺസ് മാത്രം എടുത്ത് സഞ്ജു 5 ഓവറിനുള്ളിൽ തന്നെ ക്രീസ് വിടുകയായിരുന്നു ചെയ്തത്. ഇടം കയ്യൻ പേസർ പാർത്ത് വഗാനിയുടെ ബൗളിംഗിൽ ബൗൾഡായാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മടക്കം സംഭവിച്ചത്. അലക്ഷ്യമായ ഷോട്ടിന് ശ്രമിച്ച ഇൻസൈഡ് എഡ്ജാണ് സഞ്ജുവിന്റെ കുറ്റികൂടി തെറിച്ചത്. ഈ മത്സരത്തിലേറ്റ തിരിച്ചടിയിൽ നിന്നും അദ്ദേഹം പാഠം ഉൾക്കൊണ്ടേ തീരൂ എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പാഠം പഠിക്കേണ്ടതായി വരും. അദ്ദേഹത്തിന് എങ്ങനെയാണ് ചാൻസ് കിട്ടിയതെന്ന് നന്നായി തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അത് ഉപയോഗിച്ചില്ലെങ്കിൽ, അത് മുൻനിർത്തി നല്ല രീതിയിൽ കളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഇത് ആപത്തായി മാറുമെന്ന് സഞ്ജു മനസ്സിലാക്കേണ്ട സമയമായി. ഇല്ലെങ്കിൽ T20 ലോകകപ്പിൽ അത് സഞ്ജുവിന് വലിയ ക്ഷീണമാകുമെന്നും സഞ്ജുവിന് അറിയാം. ഇത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയേണ്ട കാര്യം കൂടിയുണ്ട്. ഇതൊരു ലോകോത്തര ബാറ്ററിയും പോലെ സഞ്ജു സാംസണിനും വലിയൊരു വീക്ക്നെസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഇടം കയ്യൻ പേസർമാർക്കെതിരെ കളിക്കുമ്പോൾ പലപ്പോഴും പതറുന്ന ഒരു സഞ്ജുവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശ്നവും അത് തന്നെയാണ്. പ്രത്യേകിച്ചും ബോളിന് നല്ല മൂവ്മെന്റ് ലഭിക്കുമ്പോഴാണ് സഞ്ജു വിഷമിക്കുന്നതെന്ന് പറയാം. വിജയ് ഹസാരെ ട്രോഫിയിൽ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പുറത്താവലിലേക്ക് നയിച്ചതും ഇത് തന്നെയാണ് എന്ന് എടുത്തു പറയുന്നുണ്ട്. പുതുച്ചേരിയുടെ ഇടം കയ്യൻ പേസർ പാർത്ത് വഹഗാനിക്ക് ന്യൂ ബോളിൽ നല്ല മൂവ്മെന്റ് തുടക്കത്തിൽ ലഭിച്ചിരുന്നു. ഇത് സഞ്ജുവിനെ ശരിക്കും ബുദ്ധിമുട്ടിച്ചിരുന്നു. ഷോട്ടുകൾ കളിക്കാൻ മാത്രമല്ല, സ്ട്രൈക്ക് റേറ്റോടെ സിംഗിൾ എടുക്കാൻ പോലും അദ്ദേഹം പാടുപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നിലേറെ തവണ ബീറ്റ് ചെയ്യപ്പെട്ട സഞ്ജു കഷ്ടിച്ചാണ് വഗാനിയുടെ ഓവർ അതിജീവിച്ച് മുന്നോട്ട് വന്നത്. പക്ഷേ അധിക നേരം പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിനായതുമില്ല. നേരിട്ട 14ാമത്തെ ബോളിൽ സഞ്ജു വീണിരിക്കുന്നു. ശരീരത്തിനകലെ കൂടി പോയ ബോളിൽ ഫുട്ട് മൂവ്മെന്റ് ഒട്ടുമില്ലാതെ ഡ്രൈവിന് ശ്രമിച്ചപ്പോഴായിരുന്നു സഞ്ജുവിന് ശരിക്കും പണി പാളിയത്. ബാറ്റിൽ എഡ്ജായ ബോൾ നേരെ സ്റ്റംപിലേക്ക് വരികയും സഞ്ജു ബൗൾഡ് ആവുകയും ചെയ്തു. ലോകകപ്പിന് ഇനി ഒരു മാസത്തിന് താഴെ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഈ ഒരു വീക്ക്നെസ്സിൽ അദ്ദേഹം ഭയക്കുക തന്നെ വേണം. ഇത് മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഉടൻ നടത്തിയില്ലെങ്കിൽ ലോകകപ്പിൽ എതിർ ടീമുകൾ ഇത് ശരിക്കും മുതലാക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഇടം കയ്യൻ പേസറായിട്ടുള്ള ഷഹീൻ അഫ്രീദി അടക്കമുള്ളവരെ നേരിടാൻ സഞ്ജു ശരിക്കും പാടുപെടുക തന്നെ ചെയ്യും. ഇത് മനസ്സിലാക്കിയാൽ ടീം ഇന്ത്യക്ക് ഇറക്കാൻ സാധിക്കില്ല. ഇടം കയ്യൻ സീമർക്കെതിരെ വമ്പൻ ഷോട്ടുകൾ കളിക്കാനായില്ലെങ്കിൽ സ്ട്രൈക്ക് റേറ്റോടെ തന്നെ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യാനെങ്കിലും മലയാളി താരത്തിന് സാധിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇതിന് കാരണം സ്ട്രൈക്ക് റേറ്റേറ്റ് ചെയ്യുന്നതിന് വീഴ്ച സംഭവിച്ചാൽ അത് സഞ്ജുവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ഇത് കൂടുതൽ റിസ്കി ഷോട്ടുകൾ കളിക്കാൻ അദ്ദേഹത്തിനെ നിർബന്ധിക്കുകയും ചെയ്യുമെന്ന് പറയാം. അദ്ദേഹം നിർബന്ധിതനാകുമ്പോൾ തന്നെ ടെൻഷനാകും. ഇത് വിക്കറ്റ് നഷ്ടമാവാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ലാതെ സംസാരിക്കാൻ സാധിക്കും. ഇടം കയ്യൻ പേസർമാരുടെ ഹാർഡ് ലെങ്ത് ബോളുകളാണ് സഞ്ജുവിനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും.